ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യൽ ഒരു അടിപൊളി കറി ഉണ്ടാക്കുന്നത്. നോമ്പ് കഞ്ഞിക്ക് ഇത് സൂപ്പറാണ്. ഇത് കഞ്ഞിക്കും ചോറിനും പറ്റിയ മലയാളികളുടെ സ്വന്തം കറിയാണ്. ഇത്തവണത്തെ നോമ്പിന് ഇത് 2 തവണ ഞാൻ ഉണ്ടാക്കി. ഫ്രിഡ്ജിൽ ഇത് 2 ആഴ്ചയോളം കേടാവാതെ ഇരുന്നോളും. മിസാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് ആ കറി ഏതാണെന്ന് മനസ്സിലായില്ലേ? അതിനായി ഞാൻ ഒരു 1/2 കിലോ ചുവന്നുള്ളി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചോപ്പറിലാണ് ചെയ്തെടുത്തത്. കൈവച്ചോ കട്ടിംഗ് ബോർഡിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ട് അരിയണമെന്ന് മാത്രം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് 2 ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നുറുക്കി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ കളർ നന്നായിട്ട് മാറി മൊരിഞ്ഞ് തുടങ്ങുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഉള്ളി കരിഞ്ഞൊന്നും പോവില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. വീണ്ടും നമുക്കിത് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഒരുവിധം നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കണം. മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി കരിഞ്ഞിട്ടും പോവാതെ നോക്കണേ. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മല്ലിപ്പൊടി നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 1/4 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇനി പുളിയാണ്. അപ്പോൾ ഏകദേശം 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞതിനകത്തേക്ക് ചേർക്കണം കേട്ടോ. നമ്മളിതിനു മുമ്പും തേങ്ങ ചേർക്കാത്ത ഇഞ്ചിക്കറിയും പാവക്കക്കറിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഉപ്പും പുളിയും മുന്തി നിൽക്കണം കേട്ടോ നമ്മുടെ ഉള്ളിക്കറിക്കും. ഞാനിതിലേക്ക് പുളിവെള്ളത്തിന് പകരം ചേർക്കുന്നത് പച്ചവെള്ളമാണ്. 1.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളമാണെങ്കിലും 1.5 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കണേ. കുരുവുള്ള വാളംപുളി വാങ്ങിച്ചിട്ട് കുരു കുത്തി കഷ്ടപ്പെടാതെ നല്ല വൃത്തിയിലിത് വർഷങ്ങളോളം സ്റ്റോർ ചെയ്യാം. അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്ത പുളിയാണ് ഞാൻ 4 പീസിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ചോറിനാണ് ഈ കറി വേണ്ടതെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കണം. ആ സമയം ഞാനിവിടെ കഞ്ഞിക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇപ്പോൾ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേണ്. ഇനി ഇത് നമുക്ക് 2-3 മിനിറ്റ് നന്നായിട്ട് ഈ കറി ഒന്ന് വെട്ടി തിളപ്പിക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഉപ്പും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർത്താൽ മതിയേ. ഒരുപാട് കൂടി പോയിട്ടുണ്ടെങ്കിൽ മധുരം മുന്തി നിൽക്കും. അങ്ങനെ നല്ല ടേസ്റ്റ് തന്നെയാണ് കറിക്ക്. പക്ഷേ അങ്ങനെ മധുരം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ മധുരം ഇട്ട പോലെ പോലും തോന്നില്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ശർക്കരപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയത് ചേർത്താലും മതി. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ ശർക്കരപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും ലൂസിൽ തന്നെ നമ്മൾ കറി ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ലൂസിലിരിക്കുമ്പോൾ തന്നെ കറി ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പം ഇത് തിക്കായിട്ട് വന്നോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ, കറിക്ക് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വെള്ളം ഒഴിച്ച സമയത്ത് കുറച്ചധികം വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം ഇത്ര ഉണ്ട് കറി, ഇത്രയും കുറഞ്ഞിട്ടുണ്ട്. ഇത് ചീനച്ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ കറി ഇതിൽ നിന്നും മാറ്റേണ്ടതുണ്ട് കേട്ടോ. പുളി ചേർത്ത് എന്ത് സാധനം ചീനച്ചട്ടിയിൽ അധികം നേരം വയ്ക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റണേണ്. ചൂടാറി കഴിയുമ്പം എയർ ടൈറ്റായിട്ട് നമുക്ക് ഇതെടുത്ത് വയ്ക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ 2 ആഴ്ച വരെ ഇത് കേടാവാതിരുന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിക്കറി. അപ്പോൾ തീർച്ചയായും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു ദിവസം കൂടി കറി വെച്ചിരുന്നു. അതാണ് ഈ കറി. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം കേട്ടോ. താങ്ക്